നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെ അപഗ്രഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത്. ഇടവക്കൂറിലെ നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ഇടവക്കൂറുകാരായ രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ലും, ശനി വരുമാന ഭാവത്തിലും, രാഹു 10-ാം ഭാവത്തിലും, കേതു 5-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ പുതുവർഷത്തിൽ വ്യാഴം 3-ാം ഭാവത്തിലേക്കും 4-ാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ്. ഇവർ വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയിൽ യാതൊരുവിധ തൃപ്തിയില്ലാത്ത സ്ഥിതിയും, ജോലി സംബന്ധമായി പലവിധ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം. വീടുപണിയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളും ധനപരമായ ചില തടസ്സങ്ങളുമെല്ലാം വന്നു ഭവിച്ചിട്ടുമുണ്ടാകും. മാത്രമല്ല, സ്വന്തക്കാരും ബന്ധുക്കളും തന്നെ തള്ളിപ്പറയുന്നതിനും അവരുടെ മുൻപിൽ തല താഴ്ത്തി നടക്കേണ്ട പല അവസരങ്ങളും കടന്നു വന്നിട്ടുണ്ടാകും. എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരം എന്നോണമാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് വിദേശഗമന യോഗം സിദ്ധിക്കും എന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ മികച്ച ജോലി ലഭിക്കുന്നതിനും, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷനോ ജോലി സ്ഥിരതയോ എല്ലാം ലഭിക്കുന്നതിന് അടുത്ത ചിങ്ങമാസത്തിനുള്ളിൽ ഇടയാകുന്നതാണ്. വിദേശത്ത് പോകുന്നതിനായി ചില കോഴ്സുകളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നവർ ആ കോഴ്സിൽ മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കുകയും തന്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള യാത്രാ തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതിന് ഇടയാകുകയും ചെയ്യും. രോഹിണി നക്ഷത്രക്കാർക്ക് വ്യാഴവും ശനിയും അനുകൂലമായതിനാൽ ജൂൺ 2-ന് മുൻപുള്ള കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ലോട്ടറി, ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, മറ്റ് ക്രയവിക്രയങ്ങൾ മുഖേന ധനനേട്ടവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരും. അപ്രതീക്ഷിതമായ ഇത്തരം ധനനേട്ടം നിമിത്തം ഇവരുടെ ബാധ്യതകൾക്കെല്ലാം ഒരു ശമനം വരുത്തുന്നതിന് സാധിക്കും. സമയാസമയങ്ങളിൽ സ്വന്തം ശരീര പരിശോധന നടത്തേണ്ടതും, ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും വരും വർഷത്തിൽ വളരെ അത്യാവശ്യമാണ്. 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ അമ്മയുടെ ആരോഗ്യത്തിൽ ഇടയ്ക്ക് ചെറിയ അസ്വസ്ഥതകൾ വരാം. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ മാറ്റം അമ്മയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും അവർക്ക് ആശ്വാസം നൽകാനും സഹായിക്കും. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടെ ദാനശീലം വർദ്ധിക്കും എന്നതാണ്. ഇവർ ആത്മീയ കാര്യങ്ങൾക്കായോ മറ്റു കാര്യങ്ങൾക്കായോ എല്ലാം പണം മുൻപില്ലാത്ത വിധം ദാനം ചെയ്യുന്നതിന് ഇടയാകുന്നതാണ്. തന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ഭാഗം എടുത്ത് ബന്ധുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ബന്ധുഗൃഹത്തിലേക്ക് ഗൃഹോപകരണങ്ങളോ മറ്റു വാങ്ങുന്നതിനും, അതല്ലെങ്കിൽ ആ വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായി കുറച്ചു പണം ചെലവഴിക്കാനും ഇടയാകുന്നതാണ്. തന്റെ വീടിന്റെ ഒരു ഭാഗം വാസ്തുശാസ്ത്രത്തിലെ നിയമങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പുതുക്കി പണിയുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണിത്. ഇതിനെ തുടർന്ന് വീട്ടിൽ പ്ലംബിംഗ്, വയറിംഗ് മുതലായ ചില അറ്റകുറ്റപ്പണികളുമെല്ലാം ചെയ്യുന്നതിന് ഇടയാകും. 9-ാം ഭാവത്തിന്റെ അധിപനായ ശനി 11-ൽ നിൽക്കുന്നതിനാൽ പിതാവിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. പിതാവിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. വീഡിയോ തുടരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF, അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത, ധനലഗ്നം, ഉപാസനാമൂർത്തി, ജാതക യോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ജനനത്തീയതി, ജനനസ്ഥലം, ജനനസമയം, AM PM അടക്കം വാട്സപ്പ് ചെയ്യുക. പുതുതായി വിവാഹം ആലോചിക്കുന്നവർ സ്ത്രീയുടെയും പുരുഷന്റെയും ജനന വിവരങ്ങൾ തന്നാൽ
കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്തു നൽകുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ഏത് വിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കാൻ ഇടയാകും. തന്റെ ബിസിനസ്സിലും മറ്റും പുതിയതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളുമെല്ലാം നടത്തുന്ന സമയമാണിത്. ഇവർ ഇവരുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി പുതുതായി കുറികളോ മറ്റു നിക്ഷേപ പദ്ധതികളെ പറ്റി പഠിക്കുന്നതിനോ അത്തരം കാര്യങ്ങളിൽ ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിനുമെല്ലാം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. തന്റെ ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹോദര തുല്യന്മാരായ സുഹൃത്തുക്കളുടെയോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിന് വരുന്ന വർഷത്തിൽ ഇടയാകുന്നതാണ്. ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം ഉണ്ടാകുന്നതുമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ അതീവ സന്തോഷം നൽകുന്ന വർഷമാണിത്. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കാം. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താന സൗഭാഗ്യത്തിനും സാധ്യതയുണ്ട്. മോട്ടോർ വാഹന നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ചില പിഴകൾ അടയ്ക്കേണ്ടി വരാവുന്ന ഒരു സമയം കൂടിയാണിത്. ഇവർ എല്ലാവരോടും വളരെ വിനയമായി മാത്രമേ പെരുമാറാൻ ഇടയാകുകയുള്ളൂ. എത്ര ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പോലും ഇവർ വളരെ സൗമ്യമായി സംസാരിക്കുന്നതിന് ഇടയാകും. മനസ്സിന് ചാഞ്ചല്യവും വരുന്ന ഏതൊരു പരിതസ്ഥിതിയിലും ഇവർ ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളാൻ ഇടയാകുന്നതുമാണ്. 10ാം ഭാവത്തിലെ രാഹു ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങളും വളർച്ചയും കൊണ്ടുവരും. ആധുനിക സാങ്കേതിക വിദ്യകൾ ബിസിനസ്സിൽ ഉൾപ്പെടുത്തും. വിദേശ രാജ്യങ്ങളുമായോ ദൂരദേശങ്ങളുമായോ ഉള്ള ഇടപാടുകൾ ലാഭകരമാകും. കൂടാതെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർ തുടർന്നും പഠനം പുനരാരംഭിക്കുന്നതിനും അതല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നതിന് തക്കതായ സാങ്കേതികമായ ചില വിഷയങ്ങൾ പഠിക്കുന്നതിനും ഈ വർഷത്തിൽ സാധ്യതയുണ്ട്. ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനിടയാകുകയും അവരെക്കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്ന സമയം കടന്നു വരികയും ചെയ്യും. അവർക്ക് വിദേശത്ത് മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് അതല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. 10ാം ഭാവത്തിലെ രാഹു നിങ്ങൾക്ക് വലിയ ജനപ്രീതിയും പദവികളും നൽകും. രാഷ്ട്രീയത്തിലോ സാമൂഹിക പ്രവർത്തനത്തിലോ ഉള്ളവർക്ക് നേതൃസ്ഥാനങ്ങളിലേക്ക് വരാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ലഭിക്കും. അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നിങ്ങളെ തേടിയെത്താം. കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ്. സമയവും കഠിനാധ്വാനവും ബിസിനസ്സിന് വേണ്ടി കൂടുതൽ ചിലവഴിക്കാൻ ഇവർ തയ്യാറാകുന്നതാണ്. തന്റെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുന്നതിനായി പുതിയ വ്യായാമ മുറകളും ജീവിത രീതിയും ഭക്ഷണശൈലിയുമെല്ലാം ഇവർ പിന്തുടരുന്നതിന് ഇടയാകും. ഇത് ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് ഇടയാക്കും. ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ ലാഭത്തിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാകും. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമോ മറ്റു സാമ്പത്തിക ലാഭങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടായേക്കാവുന്ന ഒരു വർഷമാണ് വരാനിരിക്കുന്നത്. ഇവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും വളരെ മികച്ച രീതിയിൽ സൂക്ഷിക്കേണ്ടതും അതല്ല എന്നുണ്ടെങ്കിൽ അത്തരം വസ്തുക്കൾ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥാനത്തേക്ക് മാറ്റി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ചെറുകിട യാത്രകൾ വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം കൂടി തേടുന്നത് വളരെ നല്ലതാണ്. വരുമാനം കൂടുമെങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കണം. വിവാഹം ആലോചിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ സമയമാണ്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് മാറാനും കുടുംബത്തിന്റെ സമ്മതം ലഭിക്കാനും ഈ സമയം സഹായിക്കും. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പല അബദ്ധങ്ങളിലും പോയി ചാടുന്നതിനും ഇടയായേക്കാം. നിലവിലുള്ള കടങ്ങളും മറ്റും നല്ലൊരു പരിധിവരെ സ്വന്തം അധ്വാനത്താൽ വീട്ടി തീർക്കാനായി സാധിക്കുകയും സുഹൃത്തുക്കളുടെ ഉപദേശത്താലോ സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്താലോ തനിക്കുണ്ടായിരുന്ന കടങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നതുമാണ്. സുഹൃത്തിനെ ജാമ്യത്തിലിറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം. പുതുവർഷത്തിൽ ഇവർ ധാരാളം തീർത്ഥയാത്രകൾ നടത്തുന്നതിനും
താൻ ഇതുവരെ സന്ദർശിക്കാത്ത കുറെ കാലമായി സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും തന്റെ പുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി ദാനധർമാദി കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനുമെല്ലാം പുതുവർഷത്തിൽ സാധ്യതയുണ്ട്. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ലോഡ്ജ്, വസ്തു ബ്രോക്കർ, കൃഷി, പ്ലാസ്റ്റിക്, സുഗന്ധദ്രവ്യങ്ങൾ, പെയിന്റ്, വിനോദസഞ്ചാരം, നൃത്തം, വാദ്യോപകരണം, അധ്യാപനം, ഗ്രന്ഥരചന, നിർമ്മാണ പ്രവർത്തനം, അക്കൗണ്ടിംഗ്, കയർ മേഖല, പ്ലൈവുഡ് വ്യവസായം, ജലവിഭവം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായും അധികാരപരമായും വളരെ അനുകൂലമായ സമയമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം പണമിടപാടുകളിൽ കരുതലില്ലാതെ പ്രവർത്തിക്കുന്നതും വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്നതുമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ബ്രഹ്മാവാണ്. അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം ബ്രഹ്മദേവായ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷ ദുരിതങ്ങൾക്ക് ശമനം നൽകും. ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി. ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും. പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ്. ഇവർ തിങ്കളാഴ്ചയും രോഹിണിയും കൂടി ഒത്തുവരുന്ന ദിവസം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ അത്തം, തിരുവോണം നക്ഷത്ര ദിവസങ്ങളിലും ദുർഗാക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിലേറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.